ഹലോ, ഇത് കണ്ടോ, അടിമക്കാവെന്ന് കേട്ടിട്ടുണ്ടോ? പാലക്കാട് സൈഡിലൊക്കെ നമ്മൾ ഈ ധർമ്മദൈവ ക്ഷേത്രം എന്നൊക്കെ പറയത്തില്ലേ, അതിന് പറയുന്നതാണ് അടിമക്കാവെന്ന്. അങ്ങനെ ഒരു അടിമക്കാവിൽ വന്നതാണ് ഞാൻ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ. പാലക്കാടൻ കാറ്റെന്നൊക്കെ പറയുന്നത് ഇതുപോലെ എൻജോയ് ചെയ്യാനുള്ളതാണ്. 100-200 വർഷം പഴക്കമുള്ള ഒരു ആൽമരമാണ്. അതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ നോക്ക്, വള്ളികളായിട്ട് തൂങ്ങിക്കിടക്കുന്നു. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചിട്ടൊക്കെയാണ് കയറിയത് കേട്ടോ. എങ്ങനെ താഴെ പോയെങ്കിലേ പണി പാടും. അപ്പോൾ അവിടെ കുറേ പിള്ളേർ സെറ്റ് ഉണ്ടായിരുന്നു. അവരൊന്ന് പറഞ്ഞു, ചേച്ചി പേടിക്കട്ടെ, ധൈര്യമായിട്ട് കയറിക്കോ, ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഇതിൽ ഊഞ്ഞാലാടുന്നതാണ്. കൊള്ളാം അല്ലേ? എന്തോരം വലിപ്പമാണെന്നറിയാം. അതിൻ്റെ വള്ളികളിങ്ങനെ തൂങ്ങി കിടക്കുന്നു. ഇത്രയും വള്ളികൾ നിറഞ്ഞ് കിടക്കുന്ന ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ആൽമരച്ചോട്ടിൽ ഒരുപാട് സിനിമ ഷൂട്ടിങ് ചെയ്തതാണ്. നോക്കിക്കേ, ഒരുപാട് സ്ഥലമൊക്കെ ഉള്ളൊരമ്പലം. ഇതെനിക്കത്ര ധൈര്യം പോരാണ് കേട്ടോ, ഈ വള്ളിയിൽ ഇങ്ങനെ ആടാൻ. ഞാൻ ചുമ്മാ വട്ടം കറങ്ങി, പേടിയാണ്. പക്ഷെ ആ പിള്ളേരെന്ന് പറഞ്ഞു ഒന്നും പേടിക്കണ്ടെന്ന്. അങ്ങനെ ഞാൻ അവിടെ കയറി. നോക്ക്, ഏതൊക്കെ സിനിമയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനായിരുന്നു ഈ ആൽമരം. മീശമാധവനൊക്കെയാണ് അതിനകത്തെ ഒന്ന്. അറിയാൻ പറ്റുകയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ. നമ്മുടെ ഇവിടെ ഈ ചെറുപുഴയൊന്നും ഞാനിങ്ങനെ ഇത്രയും വിശാലമായൊരു ആൽമരമൊന്നും കണ്ടിട്ടില്ല. ആൽമരങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ഇത്രയും പഴക്കം ചെന്നത്. പാലക്കാടൻ ഗ്രാമഭംഗി അതുപോലെ എന്ത് ഭംഗിയല്ലേ. ഓക്കേ, ബൈ.